എവനൊക്കെ എവിടുന്ന് വലിഞ്ഞേറി വരുന്നതാ? വിശ്വം മുതലാളി നീതി പാലിക്കുക. തിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക. ചാക്കോ സാർ, അകത്തുള്ളവരെക്കാൾ നമുക്ക് നല്ലത് പുറത്തുള്ളവരാ. സമരം പക്ഷേ ബുദ്ധിപൂർവം വേണം. ഒരു സംശയത്തിന് ഇട കൊടുക്കരുത്. ശരി സാർ. then proceed. സാർ, എനിക്കറിയാം. 96 ദിവസമായോ, ഇതുവരെ ഒത്തീർപ്പായില്ലേ? എന്ത് ചെയ്യാനാ സാറേ, ഇതുവരെ നടന്ന എല്ലാ ചർച്ചയും ഓരോ കാരണം പറഞ്ഞ് അലസിപ്പിരിഞ്ഞു. അടുത്ത ആഴ്ചയുണ്ട് ഒരെണ്ണം. സാർ ഏതാ? എന്നെ സാറെന്നൊന്നും വിളിക്കണ്ട. ഞാനും നിങ്ങളെപ്പോലൊരു തൊഴിലാളി തന്നെ, ഡ്രൈവറാ. ഇതുപോലെ ഒരുപാട് പാട്ടപ്പിരിവ് ഞാനും നടത്തിയിട്ടുണ്ട്. ആശാനൊരു വിടിഞ്ഞെന്ന്. ഇവിടെ എന്തിനാ വന്നത്? മുതലാളി ഒരാളെ കാണാൻ വന്ന. അല്ല, ഇതാരുടെ ഹോട്ടലാ? ഉടമസ്ഥനൊക്കെ കേമൻ തന്നെ, വിശ്വം സൂപ്പർ സ്റ്റാർ. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? കണ്ണി ചോരയില്ലാത്ത ദുഷ്ടൻ. എത്ര ദിവസങ്ങളായി 5-6 കുടുംബങ്ങൾ പട്ടിണി കിടക്കുന്നു. ഓഹോ, അങ്ങനെയാണോ? പക്ഷെ നാട്ടുകാരുടെ വിചാരം വിശ്വൻ നല്ലവനും വലിയ ധർമ്മിഷ്ഠനും ഒക്കെ ആണെന്നാ. അങ്ങനെയൊക്കെയാ നാട്ടുകാരുടെ വിചാരം. വിശ്വൻ സാർ നാട്ടിൽ വന്ന ഹോട്ടലിൽ തന്നെ ആയിരിക്കും താമസം അല്ലേ? സ്വന്തം ഹോട്ടൽ ഉള്ളപ്പോ പിന്നെ എവിടെ പോവാനാ? റൂം നമ്പർ 33, സൂട്ട് റൂം. അങ്ങേർക്ക് വേണ്ടി മാത്രം ഉള്ളതാ. ഏതോ പത്രത്തിൽ എന്തോ വാർത്ത വന്നതിനെ തുടർന്ന് അയാളുടെ വിവാഹം മുടങ്ങിയെന്ന് കേട്ടു. ആ മാസിക വന്നിരിക്കുന്നത് മുഴുവനും ശരിയാ. എത്ര പ്രാവശ്യം ആ നടി രേഖയും കൊണ്ട് വേറെ പണിയിലിടും. ആ നടി രേഖയും കൊണ്ടോടെ വന്നിരിക്കുന്നറിയാവോ? അപ്പൊ നാട്ടുകാരും പത്രക്കാരും ഒക്കെ പറയുന്നത് ശരിയായിരിക്കൂ. ആ നടി അശ്വതിയുടെ മരണത്തിന് പിന്നിലും അയാൾ തന്നെ ആയിരിക്കും അല്ലേ? പിന്നെ അതിന് എന്താ ഇത്ര സംശയം? അവൻ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും അല്ലേ ഏട്ടാ? എന്തിനാ ശേഷം ആവശ്യമില്ലാത്തൊക്കെ നമ്മൾ പറയുന്നത്? അല്ല, ഞാൻ പറയുന്നതിൽ എന്താ തെറ്റ്? അയാൾ അത് ചെയ്തില്ലെങ്കിൽ ആ പോലീസ് പട്ടി അന്നെന്തിനാ മണപ്പിച്ച് ഇവിടെ വന്നത്? ആ DYSP ദേവദാസ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതെന്തിനാ? ആ ബാബു എത്ര പ്രാവശ്യം മുതലാളി കാണാൻ അവിടെ വന്നെന്നറിയുമോ? ഏത് ബാബു? ആ കേടി ബാബുവാണോ? ആ, അവൻ തന്നെ. കൊല്ലന്റെ മകൻ, ദേശത്ത് താമസിക്കുന്നവൻ. ഇതൊന്നും ആർക്കും അറിയത്തില്ലെന്നാ മുതലാളിയുടെ വിചാരം. ശരിയാ, ഞാനും കേട്ടു. പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ നാട്ടിൽ കാശുണ്ടെങ്കിൽ എന്ത് നടക്കും. ഞാൻ വരട്ടെ. ശരിയാ, ആയിക്കോട്ടെ. തിലാൻഡ് ഹോട്ടൽ മാനേജർ നീതി പാലിക്കുക. ആ ഡ്രൈവർ എന്ന് പറഞ്ഞല്ലേ ആ കാറിന്റെ മുമ്പിൽ ഇരിക്കുന്നത്? നീതി പാലിക്കുക. തിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക. അപ്പോ ബാബുവിനെ ചാക്കോയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു? പിന്നെ അവൻ പോലീസ് ലിസ്റ്റിൽ കേടിയാ, പല കേസിലും പ്രതിയാ. ഇവരെവിടെയാണെന്നാ തോന്നുന്നു. സാറും നിർത്തിക്ക്. ഞാൻ ആ കടയിലൊന്ന് ചോദിച്ചിട്ട് വരാം. ചേട്ടാ, ആ ബാബു കൊല്ലന്റെ മകൻ ഇവിടെ എവിടെയല്ലേ താമസിക്കുന്നത്? ദേ ആ വീട്ടിലായിരുന്നു താമസം. പക്ഷെ ഇപ്പൊ അവിടെ ഇല്ല. പിന്നെ എവിടെ പോയി? 5-6 ദിവസം മുമ്പ് വീട് ഒഴിഞ്ഞ് പോയി. എങ്ങോട്ടാ മാറിയേ? ആർക്കറിയാം അവന്റെ കാര്യം. അവൻ 2-3 ദിവസം മുമ്പ് വീടൊഴിഞ്ഞു പോയി. എങ്ങോട്ട്? അവർക്ക് അറിഞ്ഞുകൂടന്നു. ഛേ, കഷ്ടമായി പോയി. സാരമില്ല ചാക്കോ, നമുക്ക് കണ്ടുപിടിക്കാനേ. May I come in, sir? Yes. സാർ ഈ വഴിക്ക് രാവിലെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് കയറിയേക്കാമെന്ന് കരുതി. കളർ TV, അക്കായി VCP, നാഷണൽ ടേപ്പ് റെക്കോർഡർ, ശിവാസ് റീഗൽ വിസ്കി, ഫോറിൻ പൗഡർ, ഫോറിൻ ബ്രാൻഡി, ജോൺ പ്ലേയേഴ്സ് സിഗരറ്റ്. മനസ്സിലായി. ബ്ലാക്ക് ലേബൽ സ്കോച്ച് വേറെയും.
അനിയൻ സ്കോച്ചേ കഴിക്കുള്ളൂ. അയ്യോ, ഇതെല്ലാം കൂടി വാങ്ങിക്കാൻ എന്ത് വില കൊടുക്കേണ്ടി വരും? അത് ഒരു 10,000-20,000 രൂപയെങ്കിലും ആവില്ലേ? ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ആയ അനിയന് ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കാൻ എവിടുന്ന് കിട്ടി ഈ കാശ്? ഇനി സാമ്പത്തികമായി ഭേദപ്പെട്ട കുടുംബത്തിലെ അംഗമാണോ എന്ന് അന്വേഷിച്ചപ്പം അതല്ല താനും. എന്റെ ചേട്ടൻ യു.എയിലാണ് ആ, യുഎയിൽ എവിടെയാ? മസ്കറ്റില്. യുഎയിലാണോടോ മസ്കറ്റ്? സോറി, തെറ്റിയതാ, കുവൈറ്റില്. കുവൈറ്റാണോടോ മസ്കറ്റ്? മസ്ക. തിരുവനന്തപുരത്ത് ഒരു മസ്കറ്റ് ഉണ്ട്, അത് ഹോട്ടലാ. സത്യം പറയണോ, അല്ലെങ്കിൽ കാര്യങ്ങൾ ചക്ക കുഴയുന്ന പോലെ കുഴയും. എവിടെ കിട്ടിയോടോ കാശ്? എന്നെ ഒന്നും ചെയ്യരുത് സാർ. സാറിന് വേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യാം. അങ്ങനെയാണോ? ഇതെല്ലാം മേടിച്ചപ്പോ കിട്ടിയ പാക്കറ്റുകളുണ്ടോ? ഉണ്ട് സാർ. ഇതെല്ലാം എടുത്ത് ഭദ്രമായിട്ട് പാക്ക് ചെയ്യും. എന്തിനാ സാർ? നമുക്ക് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാം. വാ. പറയടാ, സത്യം പറയടാ, എവിടെ നിന്നാണ് ഇതൊക്കെ മോഷിച്ചത്? ഞാൻ മോഷ്ടിച്ചിട്ടില്ല. നീ മോഷ്ടിച്ചില്ല അല്ലേ? ഇല്ല, പറയടാ. ഞാൻ വാങ്ങിച്ചതാ. വാങ്ങിക്കാൻ എവിടെ നിന്നിട്ടാ പൈസ? എന്റെ കൂട്ടുകാരൻ തന്നതാ. കൂട്ടുകാരൻ തന്നോ? ഏത് കൂട്ടുകാരനാടാ യാതൊരു കാര്യമില്ല 10,000 രൂപ നിനക്ക് തരുന്നത്? ആരാടാ ലക്ഷപ്രഭു? പറയടാ. സാർ, ഒരു 5 മിനിറ്റ് എനിക്ക് തരണം. ഞാൻ ഇവനെ കൊണ്ട് സത്യം പറയിക്കാം. അന്ന് നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പറയടാ, സത്യം പറയടാ, എവിടെ നിന്നിട്ടാ കാശ്? എന്റെ കൂട്ടുകാരൻ തന്നതാ. മര്യാദയ്ക്ക് പറയണം. എന്റെ കൂട്ടുകാരൻ തന്നതാ. കൂട്ടുകാരൻ? അയ്യോ. ചാക്കോ, മതി. സൂര്യൻ, എന്തായിരുന്നാലും ഞങ്ങളോട് സത്യം പറഞ്ഞാൽ തനിക്കൊന്നും സംഭവിക്കില്ല. തനിക്കിതൊക്കെ വാങ്ങിക്കാൻ കാശ് എവിടുന്നാ കിട്ടിയത്? പറ. അവൻ അങ്ങനെയൊന്നും പറയില്ല സാർ. പറയില്ലേ? എന്നാ ചാക്കോ തന്നെ ചോദിക്കും, അതാ നല്ലത്. സാർ, ഞാൻ പറയാം. ശരി, പറഞ്ഞോളൂ. കമോൺ. പൈസ ആരാ തന്നത്? ബാബു തന്നു. ഏത് ബാബു? കൊല്ലന്റെ മകൻ ബാബു. എന്തിനാ കാശ് തന്നത്? അശ്വതി മരിച്ച ദിവസം ബാബുവിനെ ഹോട്ടലിൽ വെച്ച് ഞാൻ കണ്ടു. അതാരോടും പറയാതിരിക്കുന്നതിന്. വ്യക്തമായിട്ടില്ല, ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞേ. അശ്വതി മരിച്ച ദിവസം രാത്രി ബാബു, നീ എന്താ ഈ സമയത്ത് ഇവിടെ? ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ കാണാൻ വന്ന, സംസാരിച്ചിരുന്ന സമയം പോയി. ആരാടാ സുഹൃത്ത്? അത് നീ അറിയത്തില്ല സൂര്യ. ഞാൻ വരട്ടെ. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞ് ബാബു എന്നെ കാണാൻ വന്നു, ഞാൻ താമസിക്കുന്ന ലോഡ്ജിൽ. എന്നിട്ട് ബാബു വരൂ. എന്താ ബാബു? 2 ദിവസം മുമ്പ് നമ്മൾ ഹോട്ടലിൽ വെച്ച് കണ്ടു. പക്ഷെ ഞാനിപ്പോ പറയുന്നു, നമ്മൾ തമ്മിൽ കണ്ടിട്ടേയില്ലെന്ന്. മനസ്സിലായോ? മനസ്സിലാവണ ബാബു, നീ എന്നെ ഹോട്ടലിൽ വെച്ച് കണ്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞെന്നറിഞ്ഞാൽ കൊന്നുകളെ നിന്നെ. പറയോടാ. ഇല്ല. ആ, വന്നേ. വെറുതെ വേണ്ട. ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ബാബു, നീയാണ് അശ്വതിയെ. ബാബു പിന്നെയും കാശ് തന്നു, അതുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങിച്ചത്. ഈ ബാബു ഇപ്പൊ എവിടെ ഉണ്ട്? അറിയില്ല സാർ. അറിയില്ല. ചാക്കോ, നിങ്ങൾ എവിടെ വെച്ചാ കാണാറ് പതിവ്? പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയുന്നത്. പകൽ മുഴുവൻ ബാബു എവിടെയെങ്കിലും കറങ്ങി നടക്കും. രാത്രി അരയന്മാരുടെ കോളനിയിലുള്ള ഭാര്യ വീട്ടിൽ കിടക്കും. 1-2 പ്രാവശ്യം അവിടെ വെച്ചാ ഞാൻ ബാബുവിനെ കണ്ടത്. വിക്രം. സർ. ഇനി ഞാൻ പൊക്കോട്ടെ സാർ. നിന്നെ വിടാവടാ. വിക്രം, സൂര്യൻ പറഞ്ഞ സ്ഥലം വിക്രമിന് അറിയോ? സോറി സർ, എനിക്കറിയില്ല സർ. ചാക്കോക്ക് അറിയാമോ സൂര്യൻ പറഞ്ഞ സ്ഥലം? അറിയാം സാർ, പക്ഷെ അത് വല്ലാത്ത സ്ഥലമാണ്. പെട്ടെന്ന് നമുക്ക് അവനെ അവിടെ ഇറക്കിക്കൊണ്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ചാക്കോ ഒരു കാര്യം ചെയ്യും, അതിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസ് ലൈസൻസ് വേണമെന്ന് പറയൂ.
ഇഫ് നെസസറി യു കൻ ഗീവ് ദം എ റിട്ടൺ റിക്വസ്റ്റ്. അതിന്റെ ആവശ്യമില്ല സാർ, അവിടുത്തെ എസ് ഐ എനിക്കറിയാം. പിന്നെ പ്രശ്നമില്ല, യു കൻ പ്രൊസീഡ്. ഓക്കെ സാർ. വിക്രം, സർ. ഇവനെ കസ്റ്റഡിയിലെടുത്ത വിവരം പുറത്തറിയണ്ട. സർ. അവനെ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റി വെക്കും. സർ. എടോ ചാക്കോ, CBI എന്ന് കേട്ടെന്ന് കരുതി ഞങ്ങളുടെ മുട്ടൊന്നും ഇടിക്കില്ല. വലിയ പാണ്ഡവപ്പടയാണെന്നല്ലേ ധാരണ. സ്വയം പോയങ്ങ് പെരുമാറിയാ മതി. സാർ, സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തോണ്ടല്ല, ഇത് സാറിന്റെ സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട ഒരു സ്ഥലമാണ്, അതുകൊണ്ടാ. അതിർത്തി ഞങ്ങൾക്കല്ലേ ഉള്ളൂ, CBIക്ക് അതിർത്തിയില്ലല്ലോ. താൻ ചെല്ലേ, വെറുതെ സമയം കളയാതെ. ഹലോ, ഞാൻ SI തോമസാ. ദേവാസ് സാറല്ലേ സാർ? പിന്നെ സാരമില്ല ചാക്കോ, അവരുടെ സഹായം കൂടാതെ തന്നെ അവനെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അതല്ല സാർ, വേണമെങ്കിൽ കമ്മീഷണറോടോ DIGയോടോ പറഞ്ഞ്. വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. വി ക്യാൻ മാനേജ് വിത്തൗട്ട് ദെയർ ഹെൽപ്പ്. ചാക്കോ ഇല്ലേ എന്റെ കൂടെ? ചാക്കോ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ അവിടെ എല്ലാം ഒന്ന് കറങ്ങി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കും. യെസ് സാർ.